അടിമയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. PMC പദ്ധതി ഒളിച്ചു നടത്തിയാൽ ലേബർ കോഡ് നടപ്പിലാക്കിയാൽ നരേന്ദ്രമോദിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിയുടെ അടിമയായി പിണറായി വിജയൻ മാറുമ്പോ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അടിമയായി മാറുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് എപ്സ്റ്റീൻ ഫയൽ വെച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അമേരിക്ക ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. രാജ്യത്തിന്റെ വ്യാപാര കരാർ തീരുമാനിക്കുന്നത് ആരാണ്? രാജ്യത്തിന്റെ വാണിജ്യ കരാർ നിർണ്ണയിക്കുന്നത് ആരാണ്? അമേരിക്ക തീരുമാനിക്കുകയാണ്. ഇന്ത്യ ആരിൽ നിന്ന് സാധനം വാങ്ങണം, ഇന്ത്യ എവിടേക്ക് കയറ്റുമതി ചെയ്യണം, ഇന്ത്യ എന്ത് ഇറക്കുമതി ചെയ്യണമെന്ന് അമേരിക്ക തീരുമാനിക്കുക. ഈ രാജ്യത്തിന്റെ പരമാധികാരമുണ്ടല്ലോ, അത് അമേരിക്കക്ക് പണയം വെച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് ഇറാനെ ആക്രമിക്കുകയാണ്. പലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുകയാണ്. വെനീസുലയിലെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ രാജ്യത്തെയും പരമാധികാര ഗവൺമെന്റുകളെ അട്ടിമറിച്ച് ആ ഗവൺമെന്റുകളെ അമേരിക്ക പ്രതിഷ്ഠിക്കുമ്പോ അതിനെതിരെ അടിമയൊന്ന് കേൾപ്പിക്കാൻ, നിരത്തെയൊന്ന് ആജ്ഞാപിക്കാൻ ആർജനമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യ രാജ്യത്തിനില്ല എന്നത് നമ്മുടെ സങ്കടമാണ്. ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗ്, ഈ അഹമ്മദ് ഷാ ചിന്തറിയില്ല. നമ്മുടെ നേതാക്കന്മാരുടെ വാക്കുകൾ ലോകം കാതിരിപ്പിച്ച് കേട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നെന്താണ് സംഭവിക്കുന്നത്? അമേരിക്കയുടെ മനോരഥിയായ പ്രസിഡന്റ് ട്രംപ് പറയുന്നതിനനുസരിച്ച് മൂന്നുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നമ്മുടെ അങ്ങാടികളിൽ, നാൽക്കവലകളിൽ, ഹോട്ടലുകളിൽ ഭക്ഷണം കിട്ടാനായി, ഗ്യാസ് സിലിണ്ടർ വരാതായി, പശ്ചിമേഷ്യയിൽ നമ്മുടെ സമ്പത്ത് തുടർന്നിട്ടല്ലാണ്. നമ്മുടെ പ്രവാസി സഹോദരന്മാർ അവർ പ്രതിസന്ധിയിലാണ്. ഈ നാടിന്റെ സമ്പത്ത് ബാധിക്കും വിധം യുദ്ധം വലിയ രീതിയിൽ നമ്മുടെ നാടിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇറാനെതിരെയുള്ള അമേരിക്കൻ ആക്രമണം നിർത്തണമെന്ന് കൽപ്പിക്കാൻ പോലും കൽപ്പില്ലാത്തവരായി രാജ്യം ഭരിക്കുന്ന ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിനൊരു മാറ്റമുണ്ടാവണം, ഇതിനൊരു മോചനമുണ്ടാവണം. അമേരിക്ക നടത്തുന്ന അത്ര അതിക്രമങ്ങളുടെ ഇന്ത്യൻ പ്രതിരോധമായി നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാൽ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുകയാൽ, ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട ദളിതർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ അവരെ പുഴുക്കളെ പോലെ ചവിട്ടിയിറക്കിയാൽ, രാജ്യത്ത് പോലത്തെ ഭേദങ്ങൾ നിയമം കൊണ്ടുവരികയാൽ, SIR കൊണ്ടുവരികയാൽ, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കിയാൽ, ഭരണഘടനയെ തകർക്കിയാൽ രാജ്യം ഭയാനകമായ പ്രതിസന്ധിയിലാണ്. രാജ്യത്തിവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനും ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിർവഹിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് കരുത്ത് പകരുക എന്നതാണ്. ഏത് തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് വായനശാലയിലേക്കാവാം, പാൽസൊസൈറ്റിയിലേക്കാവാം, പഞ്ചായത്തിലേക്കാവാം, പാർലമെന്റിലേക്കാവാം, നിയമസഭയിലേക്കാവാം. എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും നമ്മുടെ മുമ്പിലുള്ള ദൗത്യം രാജ്യത്തെ ഒരുമിപ്പിക്കാൻ, രാജ്യത്തിന്റെ നിലനിൽപ്പിനെ സംരക്ഷിക്കാൻ പോരാടുന്ന പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തി പകരുക എന്നതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരവും അന്തസ്സും നമുക്ക് തിരിച്ചു പിടിക്കണം. രാജ്യത്തിന്റെ മതേതരത്തെയും മതസംഘാതവും നമുക്ക് സംരക്ഷിക്കണം. ഈ കേരളത്തെ നിശ്ചയം മുടിച്ച് ശബരിമല ക്ഷേത്രം വരെ കൊള്ളയടിക്കുന്നവരുടെ കൈകളിൽ നിന്ന് കേരളത്തെ നേതൃത്വിക്കണം. നമ്മുടെ ജില്ല മലപ്പുറം ജില്ലയാണ്. ആ മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കാൻ നേതൃത്വം എടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. മലപ്പുറം ജില്ല ദേശവിരുദ്ധ ശക്തികളുടെ കേന്ദ്രമാകുമെന്ന് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്. സജി ചെറിയാനെന്ന അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രി മതം തുറന്ന് ഈ മലപ്പുറത്തെ ജനപ്രതിനിധികളുടെ പേരിൽ ആക്ഷേപിക്കാനുള്ള ശ്രമം നടത്തി. ആ സജി ചെറിയാനെതിരെ നടപടിയെടുത്തോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെ ആക്ഷേപിക്കുന്നു, സജി ചെറിയാൻ ആക്ഷേപിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, ഈ തവണ നിയോജകമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ നിലപാടെന്ന സജി ചെറിയാനെ തള്ളിപ്പെടുക, പിണറായി വിജയൻ തള്ളിപ്പെടുക, ഈ സ്ഥാനാർത്ഥി ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയങ്ങളിലത്തെ ശക്തവും വ്യക്തതയും സ്വീകരമായ നിലപാടുകൾ എടുക്കുന്നവരാണ് ഞങ്ങൾ. ഒരു തെരഞ്ഞെടുപ്പിലല്ല, 1000 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും, ഒരു വോട്ടല്ല, 1 കോടിയിലേക്ക് നഷ്ടപ്പെട്ടാലും മതവർഗീയ ശക്തികളുമായി കൂട്ടുകൂടാൻ ഞങ്ങൾ തയ്യാറല്ല. മതേതരത്വത്തിൽ വെള്ളം ചേർക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഈ രാജ്യം നിലനിൽക്കുന്നത് മതേതരത്വമെന്ന ആശയത്തിലാണ്. ലോകത്തിന്റെ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെ പ്രത്യേകത
ഒരു മതം മാത്രമേ ഉള്ളൂ, ഒരു ജാതി മാത്രമേ ഉള്ളൂ, ഒരു ഭാഷ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ വിസ്മയമാണ്. ലോകത്തുള്ള എല്ലാ മതങ്ങളുമുണ്ട്, ലോകത്തുള്ള എല്ലാ ഭാഷകളും നമ്മുടെ രാജ്യത്തുണ്ട്. ലോകത്തോടെ മതങ്ങൾ പിറവിലോ ആ മതങ്ങൾക്ക് രാജ്യത്തിന്റെ മണ്ണിലേക്ക് മാറി വിളിച്ച് ഈ രാജ്യത്തിന്റെ മണ്ണിൽ അവർ കരയം നൽകിയ സനാതന സംസ്കൃതിയുടെ പാരമ്പര്യം പേരുന്ന ഋഷിപ്രോക്തമായ സംസ്കാരത്തിന്റെ വിളനിലമായ വിശുദ്ധമാണ് നമ്മുടെ ഭാരം. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളും സംസ്കൃതികളും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നു. 7 മുഖ്യ മതങ്ങളുണ്ട്, 6200 ജാതികളുണ്ട്, 6 മുഖ്യ വംശങ്ങളുണ്ട്, 51 വർഗങ്ങളുണ്ട്, 18 പ്രധാന ഭാഷകളുണ്ട്, 16,000 ഭാഷകളുണ്ട്. വലിയ രാജ്യമാണ്. ആ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടാൽ മാത്രമേ ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയൂ. അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ ഈ രാജ്യം വിഭജിക്കപ്പെടുന്ന സാധ്യത ഉണ്ടാവും. അതുണ്ടാവാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. ഈ രാജ്യത്തെ ഒരമ്മ മക്കളെ പോലെ, ഒരു മാനിയിൽ കോർത്ത മുത്തുമണികൾ എന്ന പോലെ, ഒരു ചർച്ചിൽ കോർത്ത വിശ്വം എന്ന പോലെ ഒരുമിച്ച് നിർത്തേണ്ടെങ്കിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മനോബോധന ആശയം, ആ ആശയം മുന്നോട്ട് പോകണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോരാടാം. ഈ നിർണായകമായ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഐക്യ ജനാധിപത്യത്തെ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നുകളുടെ അപേക്ഷയാണ് രാജ്യത്തിന്റെ മതേതരത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ നാടിനെ തിരിച്ചു പിടിക്കാൻ ഐക്യ ജനാധിപത്യത്തെ സഹായിക്കണം. അവനുള്ള വോട്ടർമാരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, 15 വർഷമായി ഒരു മാറ്റം അനിവാര്യമാണ്. ഒരു തവണ നിങ്ങൾ ഞങ്ങൾക്ക് അവസരം നൽകി വികസനം എന്ന് ബോധ്യപ്പെടുത്താൻ, മാറ്റമെന്ന് അടയാളപ്പെടുത്താൻ ഐക്യ ജനാധിപത്യത്തിലേക്ക് നിങ്ങളുടെ അവസരം എന്ന് മാത്രമാണ് പറയുന്നത്. കഴിഞ്ഞ 15 വർഷം MLA കാണാൻ നിങ്ങൾ വളാഞ്ചേരിയിലേക്ക് എന്തിനേറെ പോകേണ്ടുന്ന സാഹചര്യമായിരുന്നെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഐക്യ ജനാധിപത്യത്തിന് ജയിച്ചു കഴിഞ്ഞാൽ MLA കാണാൻ കുച്ചിപ്പുറമ്പാലങ്ങളുടെ അപ്പുറത്തേക്ക് തോളം തന്നെ സാഹചര്യം ഉണ്ടാവില്ല. ഈ മണ്ണിൽ താമസിച്ചിട്ടുണ്ട് സ്ഥലനർക്കാരനായി, നിങ്ങളുടെ ഒരു മകനായി, നിങ്ങളുടെ ഒരു സഹോദരനായി, നിങ്ങളുടെ ഒരു കുടുംബാംഗമായി, ഒരു കൂടപ്പിറപ്പായി ഞാൻ കൂടെ ഉണ്ടാകും എന്നുറപ്പുണ്ട്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകളെ പെടുത്തി എന്നെ വിജയിക്കുമെന്ന് തെരഞ്ഞെടുത്തുകൊണ്ട്